ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വഴുതനങ്ങ മസാലയാണ്. ഇത് ബാംഗ്ലൂരിൽ വളരെ ഫേമസ് ആയ ഒരു മസാലയാണ്. ഇത് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചപ്പാത്തിൻ്റെയും ദോശയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയും കൂടിയാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ: വഴുതനങ്ങ 6 എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മസാല എല്ലാം റെഡി ആയിട്ട് അതിൽ ചേർക്കുന്ന ടൈമിൽ കട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇതിൻ്റെ കളറെല്ലാം മാറിപ്പോവും. പിന്നെ മല്ലിയില കുറച്ച്. ഇനി നമുക്ക് മിക്സിയിൽ പേസ്റ്റ് ആക്കാൻ വേണ്ടതാണ്: തക്കാളി 4 വലിയ ഉള്ളി 1, വെളുത്തുള്ളി 4 അല്ലി, പുളി ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ, ജീരകം 1/4 സ്പൂണ്. ഇതെല്ലാം നല്ല പോലെ നമുക്ക് പേസ്റ്റാക്കി എടുക്കണം. കടുക് ഒരു 1/4 സ്പൂൺ വേണം, ഉണക്കമുളക് 3, കറിവേപ്പില ഒരു 2 തണ്ട്, ഉലുവ ഒരു പിഞ്ച്, ജീരകം 1/4 സ്പൂണ്. ഇതെല്ലാം നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കണം. പിന്നെ എണ്ണ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, ഉപ്പ് ഞാനിവിടെ 3/4 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആവശ്യത്തിന് ചേർക്കണം. മുളക് പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കണം. കുരുമുളക് 1/4 സ്പൂണ്. ഇപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിലും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ല പോലെ ഒന്ന് ചൂടായി വരണം. ഇപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കടുക്, ഉലുവ, ജീരകം ഇത് 3 ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഉണക്കമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് വഴുതനങ്ങയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ പീസും ഞാൻ കുറച്ചായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എണ്ണയിൽ 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ കളറെല്ലാം മാറി വന്നിട്ട് നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മുളക്, മഞ്ഞൾ, ഉപ്പ്, കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് 2 മിനിറ്റ് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഞാൻ ഇതിലോട്ട് മിക്സിയിൽ അരച്ചെടുത്ത പേസ്റ്റാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ എരിവ് ഉപ്പൊന്ന് കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ നമുക്ക് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇനി നമുക്കൊരു വിസിൽ വന്നാൽ വേഗം സ്റ്റൗ ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ വിസിൽ എടുത്തിടണം, ഇല്ലെങ്കിൽ ഈ വഴുതനങ്ങ എല്ലാം സോഫ്റ്റായി പോവും. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ മസാല നല്ല പോലെ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. വഴുതനങ്ങെല്ലാം നല്ല മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാം. പിന്നെ ബാംഗ്ലൂരിൽ വഴുതനങ്ങ മസാല ഫേമസ് ആണ്. ഇത് നമ്മൾ ഏത് ഹോട്ടലിൽ പോയി ബിരിയാണി കഴിക്കുമ്പോഴും ഈ മസാല നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ബിരിയാണിയുടെ കൂടെ ഈ മസാല ഉണ്ടാവുകയും ചെയ്യും. ഇനി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.